എന്നെ സേവിക്കുന്ന പ്രിയ സഹോദരീസഹോദരന്മാരെ, ഏവർക്കും കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. നിങ്ങളേവരെയും കർത്താവ് യേശു ക്രിസ്തു സമ്പൂർണ്ണമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് 1 രാജാക്കന്മാർ 18:23 മുതലുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. അക്കാലത്ത് ഇസ്രായേൽ ജനങ്ങൾ ആഹാബ് രാജാവ് മുഖാന്തരം സത്യദൈവമായ യഹോവയെ ആരാധിക്കുന്നതിനും എന്നാൽ ബാലിനെ പിന്തുടരുന്നതിനും നിർബന്ധിതരായി. അങ്ങനെ അവരുടെ ആത്മീയ ജീവിതം തകർന്നുപോയി. അക്കാലത്ത് യഹോവയുടെ പ്രവാചകനായി ഏലിയ പ്രവാചകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ കർമ്മേൽ പർവ്വതത്തിൽ ബാലിന്റെ പ്രവാചകരായ 450 പേർക്കെതിരെ വെല്ലുവിളി ഉയർത്തി. നിങ്ങളൊരു ബലിപീഠം ഉണ്ടാക്കുക, ഞാനൊരു ബലിപീഠം ഉണ്ടാക്കാം. എന്നാൽ തീയോട് ഉത്തരം നൽകുന്ന ദൈവം ആരോ അവനാണ് ദൈവം. ഹല്ലേലൂയ. അവർ അത് സമ്മതിക്കുകയും എന്നാൽ അവർ രാവിലെ പോലും വൈകുന്നേരം നിലവിളിച്ചിട്ടും രക്തം ചിന്തിയിട്ടും അട്ടഹസിച്ചിട്ടും ഒരുപാട് കരഞ്ഞ് നിലവിളിച്ചിട്ട് പോലും ബാൽ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാൽ ബാൽ ദൈവമല്ലായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഏലിയ തകർന്നുപോയ ഇസ്രായേൽ യാഗപീഠം പുതുക്കി പണിതു. അവൾ യാക്കോബിന്റെ 12 മക്കളുടെയും വംശത്തിന് തുല്യമായ 12 കല്ലെടുത്ത് യാഗപീഠം പുതുക്കി യഹോവ ആകാശത്ത് നിന്ന് തീയിറക്കി അതിനെ ദഹിപ്പിച്ചു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ യാഗപീഠം തകർന്നതായിരിക്കാം. പാപ സാഹചര്യങ്ങളിൽപ്പെട്ട് നമ്മുടെ പ്രാർത്ഥനയാകുന്ന യാഗപീഠം, ആ ചക്രാരി തകർന്നു പോയിരിക്കാം. അവിടുത്തെ മെഴുകുതിരി അണഞ്ഞു പോയിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഏലിയാവ് വിളിച്ചപ്പോൾ അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് തീയിറക്കി ആ യാഗപീഠം കത്തിച്ചതുപോലെ. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് നിന്റെ പാപ സാഹചര്യങ്ങൾ നിറഞ്ഞ ജീവിതം മരിച്ചു മാറ്റി, എടുത്തു മാറ്റി നിന്റെ യാഗപീഠം പുതുക്കി പണിത് ഇന്ന് രാത്രിയിൽ നീ ദൈവത്തിന് മുമ്പിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച് നിലവിളിച്ചാൽ തീർച്ചയായും നിന്റെ ആരാധന കർത്താവിന് സ്വീകാര്യമാണ്. അവിടുന്ന് ഏലിയാവിന് ഉത്തരം നൽകിയതുപോലെ അഗ്നിയിലൂടെ നിനക്ക് ഉത്തരം നൽകും. നിന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. ആയാൽ കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ തകർന്നുപോയ യാഗപീഠം പുതുക്കി പണിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവേ, ഞങ്ങൾ ചെയ്തുപോയ പാപങ്ങൾ, അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത് കർത്താവേ ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. കർത്താവേ, ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് സ്വർഗത്തുനിന്ന് ഉത്തരം നൽകിയതുപോലെ കർത്താവേ, അവിടുത്തെ ആത്മാവിനെ അയച്ച് കർത്താവേ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ. ഞങ്ങളുടെ സക്രാരിയിൽ ഹല്ലേലൂയ ഒരു അണയാത്ത മെഴുകുതിരിയായി കർത്താവേ അവിടുത്തെ തേജസ് ഉണ്ടായിരിക്കണമേ. പ്രാർത്ഥന കേട്ട് കൃപയ കർത്താവേ സ്തോത്രം. യേശുവിൻ നാമത്തിൽ